തിരുവമ്പാടി പട്ടാമ്പി സീറ്റുകൾ കോൺഗ്രസും മുസ്ലിം ലീഗും വെച്ചു മാറില്ല. പട്ടാമ്പിയിൽ കോൺഗ്രസും തിരുവമ്പാടിയിൽ മുസ്ലിം ലീഗും മത്സരിക്കും. ആലുവയിലെ കോൺഗ്രസ് ലീഗ് നേതാക്കൾ നടത്തിയ ഉഭയകക്ഷി ചർച്ചയിലാണ് തീരുമാനം. മേജറായിട്ടുള്ള പ്രോബ്ലംസ് ഒന്നുമില്ല. നാളെ ഞങ്ങൾ തങ്ങളുമൊക്കെ ആയിട്ട് സെയ്ദ് സാദിഖ് ഞങ്ങൾ പ്രസിഡന്റുമൊക്കെ ആയിട്ടും അതുപോലെ ബാക്കി പാർട്ടി നേതാക്കളായിട്ട് വന്ന പ്രപ്പോസൽസൊക്കെ വെച്ച് തീരുമാനിച്ച് നിങ്ങളോട് പറയും. നല്ല നിലയിൽ ചർച്ചകൾ പോയി പൂർത്തിയായോ എന്ന് കാര്യങ്ങൾ പറയേണ്ടത് ഈ പാർട്ടി കമ്മിറ്റിയിൽ വെച്ചിട്ടാണ്. വേറെ കുഴപ്പങ്ങളൊന്നുമില്ല എന്ന് വേണമെങ്കിൽ പറയാം. സീറ്റ് കുറയില്ല. അതേസമയം ചർച്ചകൾ പൂർത്തിയായെന്നും പ്രശ്നങ്ങൾ പരിഹരിച്ചെന്നുമായിരുന്നു കൂടിക്കാഴ്ചയ്ക്ക് ശേഷം പ്രതിപക്ഷ നേതാവിന്റെ പ്രതികരണം. ഒരു തർക്കമില്ല സീറ്റ് വേണ്ട. അവർ കൂടുതൽ സീറ്റ് ചോദിച്ചിട്ടില്ല. നിങ്ങൾ കുറേ വാർത്തകളല്ല, കുറേ സീറ്റുകൾ ചോദിച്ചു, മറ്റേ ഒരു സീറ്റ് അവർ കൂടുതൽ ചോദിച്ചിട്ടില്ല. ഞങ്ങളൊക്കെ തമ്മിൽ വളരെ നല്ല ബന്ധമാണ്. ഏത് സമയത്ത് ഞാൻ പറഞ്ഞില്ലേ, ഒരു ഒറ്റ മണിക്കൂർ ഇരുന്നാൽ തീരുന്ന കാര്യങ്ങളില്ല. ഫൈനൽ ഘട്ടത്തിലാണ്, വെച്ച് മാറുന്നതൊക്കെ ഫൈനൽ ഘട്ടത്തിലാണ്. ഒരു മണിക്കൂർ ഇരുന്നാൽ തീരും. അത് ഇഷ്ടമുണ്ടെങ്കിൽ എടുക്കുക, ഇഷ്ടമുണ്ടെങ്കിൽ എടുക്കൂല, അങ്ങോട്ടും ഇങ്ങോട്ടും. അത്രയേ ഉള്ളൂ. വാശിയൊന്നും പിടിക്കാനുള്ള ആരും. സീത്തും ലാൽകൃഷ്ണൻ തുടരുന്നുണ്ട്. സീത്തിലേക്ക് സീത്ത്, ഇവിടെ തിരുവമ്പാടി പട്ടാമ്പിയിൽ ഏകദേശം സമവായമാണ്. കാരണം രണ്ടുപേർക്കും ഒരു വിൻ സാഹചര്യം എന്ന് പറഞ്ഞാൽ തിരുവമ്പാടിയിൽ UDFന് മേൽക്കൈയുള്ള മണ്ഡലമാണ്. പക്ഷേ അവിടെ സാമുദായിക സമവാക്യം ഒരു ഘടകമാണ്. ലീഗ് സ്ഥാനാർത്ഥി ജയിക്കൂ എന്ന സംശയം. അതേസമയം പട്ടാമ്പിയിലേക്ക് വന്നാൽ മണ്ണാർക്കാട് കഴിഞ്ഞാൽ ഒരുപക്ഷെ പാലക്കാട് ലീഗിന് കൂടുതൽ വോട്ടുള്ള സ്ഥലമാണ് പട്ടാമ്പി. അതുകൊണ്ട് അവിടെ ലീഗ് സ്ഥാനാർത്ഥി ജയിച്ചേക്കാം എന്ന സാഹചര്യം. അതുകൊണ്ടാണല്ലോ അങ്ങോട്ടും ഇങ്ങോട്ടും വെച്ചുമാറൽ എന്നത് രണ്ട് കക്ഷികളും ഏതാണ്ടൊരു സമവായത്തിലേക്ക് നേരത്തെ പോയത്. വെച്ചുമാറേണ്ടതില്ല എന്ന തീരുമാനം എന്തുകൊണ്ട് ശ്രീത്? ഹാഷ്മി സൂചിപ്പിച്ച പോലെ രണ്ട് മുസ്ലിം ലീഗിനും കോൺഗ്രസിനും ഒരുപോലെ വെച്ചുമാറ്റം താല്പര്യമായിരുന്നു. എന്നാൽ തിരുവമ്പാടി സീറ്റിന് പകരം ലീഗ് ആവശ്യപ്പെടുന്നത് മലപ്പുറം ജില്ലയിലെ തവനൂർ സീറ്റാണ്. പട്ടാമ്പിയേക്കാൾ തങ്ങൾക്ക് സ്വീകാര്യം തവനൂരാണ് എന്ന കാര്യമാണ് ലീഗ് നേതൃത്വം ചൂണ്ടിക്കാണിച്ചത്. എന്നാൽ മലപ്പുറത്ത് ഇപ്പോൾ തന്നെ സീറ്റ് എണ്ണത്തിൽ കുറവുള്ള കോൺഗ്രസിന് ആ സീറ്റ് കൂടി നഷ്ടപ്പെടുത്താൻ താല്പര്യമില്ലാത്തതുകൊണ്ടാണ് ചർച്ച പട്ടാമ്പിയിലേക്ക് വന്നത്. ഒരു ഘട്ടത്തിൽ പട്ടാമ്പിയും തിരുവമ്പാടിയും തമ്മിൽ വെച്ചുമാറാം എന്നൊരു ധാരണ ഉണ്ടായിരുന്നെങ്കിൽ കൂടി പിന്നീട് അതിൽ നിന്ന് മാറുകയായിരുന്നു. തിരുവമ്പാടി സീറ്റ് വേണമെന്ന അഭിപ്രായം ഇപ്പോഴും കോൺഗ്രസിനുണ്ട്. കാരണം തിരുവമ്പാടി സീറ്റിൽ കോൺഗ്രസിന് ലഭിച്ചാൽ അവിടെ ഒരു ക്രിസ്ത്യൻ സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കുകയും അതുവഴി ആ മേഖലയിലെ 2-3 ജില്ലകളിലെ സാമുദായിക സന്തുലനത്തിൽ കാര്യമായ പ്രതിഫലനം ഉണ്ടാക്കാൻ കഴിയുമെന്ന് കോൺഗ്രസ് വിശ്വസിക്കുന്നു. വയനാട്ടിൽ ഇപ്പോൾ ഒരു ക്രിസ്ത്യൻ സ്ഥാനാർത്ഥിയില്ല. കോഴിക്കോട് ഒരു ക്രിസ്ത്യൻ സ്ഥാനാർത്ഥിയെ അണിനിരത്തുക പ്രയാസം. അപ്പോൾ തിരുവമ്പാടിയിൽ ഒരു സീറ്റ് തിരുവമ്പാടിയിലേക്ക് കോൺഗ്രസിന് വരികയാണെങ്കിൽ അവിടെ ഒരു ക്രിസ്ത്യൻ സ്ഥാനാർത്ഥിയെ മത്സരിപ്പിച്ച് സാമുദായിക സന്തുലനം പാലിക്കാമെന്നൊരു കണക്കൂട്ടലാണ് കോൺഗ്രസിനുണ്ടായിരുന്നത്. എന്നാൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ആ വെച്ചുമാറ്റം ഇതിനോട് ലീഗിനും താല്പര്യമില്ല. തവനൂർ സീറ്റ് കിട്ടാത്തത് കൊണ്ട് തവനൂരിൽ കോൺഗ്രസ് വിട്ടുകൊടുക്കാൻ കോൺഗ്രസും തയ്യാറല്ലാത്തതാണ് ഈ പ്രശ്നങ്ങൾക്ക് കാരണം. ഇപ്പോഴത്തെ ധാരണ അനുസരിച്ച് 27 സീറ്റുകളിൽ ലീഗ് മത്സരിക്കും. കഴിഞ്ഞ തവണ മത്സരിച്ച സീറ്റിൽ ഒന്നിൽ പോലും കൂടുതൽ ലീഗ് ആവശ്യപ്പെട്ടില്ല. 25 സീറ്റുകൾ ലീഗ് കോണി ചിഹ്നത്തിൽ, അവരുടെ പാർട്ടി ചിഹ്നമായ കോണി ചിഹ്നത്തിൽ മത്സരിക്കുന്നു. 2 ഇടത്ത് സംവരണ മണ്ഡലമാണ്. സംവരണ മണ്ഡലങ്ങളിൽ പാലക്കാട് ജില്ലയിലെ കോങ്ങാടിന് പകരം കോഴിക്കോട് ജില്ലയിലെ ബാലുശ്ശേരി മാറ്റുന്ന കാര്യത്തിൽ ഇപ്പോഴും ചില ചർച്ചകൾ നടക്കുന്നുണ്ട്. ആ ചർച്ചകളുടെ ഒരു ഫൈനലൈസേഷനാണ് നാളത്തെ ലീഗ് യോഗത്തിൽ ഉണ്ടാകേണ്ടത്. പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ സംസ്ഥാന അധ്യക്ഷനടക്കമുള്ളവരുമായി ആലോചിച്ചൊരു അന്തിമ അഭിപ്രായത്തിലേക്ക് ലീഗ് നേതൃത്വം എത്തും. കോൺഗ്രസ് അതിനോട് യോജിക്കാനാണ് സാധ്യത. എന്തായാലും ഈ തിരുവമ്പാടി പട്ടാമ്പി സീറ്റുകളുടെ വെച്ചുമാറ്റം തൽക്കാലമില്ല എന്ന ധാരണയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഇനി മാറ്റമുണ്ടാകുമോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. ഓക്കെ ശ്രീത്, ലാൽകൃഷ്ണനാണ് ആ ചർച്ച, കൊച്ചിയിൽ നടന്ന ചർച്ചയിൽ അവിടെ ഉണ്ടായിരുന്ന ലാൽകൃഷ്ണനാണ്. ലാൽ, ഇവിടെ തിരുവമ്പാടിയിൽ കോൺഗ്രസിന് താല്പര്യമുണ്ടായിരുന്നു. അതിന് കാരണം നിലമ്പൂർ ബൈ ഇലക്ഷനിൽ ആര്യാടൻ ഷൗക്കത്തിന് വേണ്ടി VS ജോയ് മാറിയതാണ്. ജോയ് അന്ന് നടത്തിയ പരസ്യ പ്രഖ്യാപനമൊക്കെ വലിയ കോൺഗ്രസ് ഗ്രൂപ്പുകൾ വലിയ വൈറലുമായിരുന്നു. പക്ഷെ അന്ന് മാറ്റിയത് ഒരുപക്ഷെ തിരുവമ്പാടി സീറ്റ് ജോയ്ക്ക് കൊടുക്കാമെന്നുള്ളതായിരുന്നു. കാരണം തിരുവമ്പാടി ജോയ് പക്ക കാൻഡിഡേറ്റും ആയിരുന്നു. എന്നാൽ മലപ്പുറത്ത് ഒരു സേഫ് സീറ്റ് ജോയ്ക്ക് കൊടുക്കാനുണ്ടോ എന്ന് ചോദിച്ചാൽ അത് സംശയമാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ആ വെച്ചുമാറ്റം എന്നുള്ളത് നടക്കാതെ പോയത് ചർച്ചയിൽ? ലാൽ, ഹാഷ്മി പറഞ്ഞ പോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ജോയിയെ പരിഗണിക്കുക, ജോയിക്ക് വേണ്ട രീതിയിലുള്ള ഒരു അംഗീകാരം കൊടുക്കുക എന്നുള്ളത് തന്നെയായിരുന്നു എൻ്റെ പ്രധാനപ്പെട്ട അജണ്ട. അതിൻ്റെ ഭാഗമായി തന്നെയാണ് പട്ടാമ്പി സീറ്റിലേക്ക് ഒരു താല്പര്യം കോൺഗ്രസ് കാണിക്കുകയും ചെയ്തത്. തിരുവമ്പാടി സീറ്റിലേക്ക് കോൺഗ്രസ് കാണിക്കുകയും ചെയ്തത്. പക്ഷേ തിരുവമ്പാടി എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും കയ്യിലിരിക്കുന്ന സീറ്റാണ് എന്നതിനേക്കാൾ ഉപരി
ലീഗ് അതിൻ്റെ അകത്ത് ഏറ്റവും നല്ല ഒരു കാര്യമെന്ന് കണക്ക് കൂട്ടുന്നത് ഒരു വെച്ചുമാറലിനപ്പുറം അതിൻ്റെ അകത്തൊരു വിലപേശൽ എന്ന് തന്നെയായിരുന്നു. കാരണം അധിക പ്രാധാന്യം അല്ലെങ്കിൽ അധിക പ്രാമുഖ്യം ഉണ്ടാക്കുക എന്നതിനേക്കാൾ ഉപരി സീറ്റുകളുടെ എണ്ണം വർദ്ധിപ്പിക്കുക എന്നതിനാണ് ലീഗ് കൂടുതൽ പ്രാധാന്യം നൽകിയത്. അതുകൊണ്ട് തന്നെ ലീഗ് ഒരു സമ്മർദ്ദ തന്ത്രം ഇക്കാര്യത്തിൽ ഉപയോഗിച്ചിരുന്നു. മാത്രമല്ല സീറ്റ് വച്ചുമാറുക അല്ലെങ്കിൽ ഏറ്റെടുക്കുക എന്നുള്ളതായിരുന്നു കോൺഗ്രസ് മുന്നിൽ കണ്ട ഒരു പ്രധാനപ്പെട്ട തന്ത്രം എന്ന് പറയുന്നത്. പക്ഷേ സീറ്റ് ഏറ്റെടുക്കുക എന്ന് പറയുന്ന പ്രക്രിയയോട് സ്വാഭാവികമായിട്ടും അംഗീകരിക്കാനോ യോജിക്കാനോ കഴിയാത്ത നിലപാടാണ് ലീഗിനുണ്ടായിരുന്നത്. ആദ്യഘട്ടം മുതൽ തന്നെ ചർച്ച സുഖകരമായി പര്യവസാനിക്കുമെന്നായിരുന്നു പ്രതീക്ഷിച്ചിരുന്നത് എങ്കിലും അത്തരത്തിലല്ല. നിലവിലുള്ള സാഹചര്യം അതേ രീതിയിൽ തന്നെ പോകട്ടെ എന്നുള്ള രീതിയിൽ തന്നെയാണ്. നേരത്തെ സൂചിപ്പിച്ച കോങ്ങാട് സീറ്റിന്റെ കാര്യത്തിലും ഇതേ നിലപാട് തന്നെയാണ് ലീഗിനുള്ളത്. സീറ്റുകൾ തമ്മിൽ വച്ചു മാറാം, അല്ലാണ്ട് ഏറ്റെടുക്കുന്ന അടക്കമുള്ള കാര്യങ്ങളിലേക്ക് പോകാൻ കഴിയില്ല എന്ന നിലപാട് ലീഗ് ഇപ്പോഴും തുടരുന്നുണ്ട്. അത് ആ രീതിയിൽ തന്നെ മുന്നോട്ട് പോയാൽ മതി എന്നുള്ളതാണ് തത്വത്തിൽ ധാരണ. ഈ ചർച്ച കഴിഞ്ഞ് പുറത്തിറങ്ങിയ ഇരുവരും സൂചിപ്പിച്ച പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇത് പൂർണ്ണമായ അർത്ഥത്തിൽ പരിഹരിക്കപ്പെട്ടിട്ടില്ല എന്ന് തന്നെയാണ്. അതായത് ലീഗ് നേതൃത്വത്തിന്റെ ഭാഗമായി പി കെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞത് നാളെ നടക്കുന്ന യോഗത്തിൽ അന്തിമ തീരുമാനമെടുക്കും. ചർച്ചയെല്ലാം നല്ല രീതിയിൽ തന്നെ നടന്നു, ചർച്ച നന്നായി തന്നെ പോകുന്നു. പക്ഷേ അന്തിമ തീരുമാനമെടുക്കുന്നത് ലീഗായിരിക്കും എന്ന കാര്യം പറഞ്ഞു. അധിക സീറ്റ് ചോദിച്ചിട്ടില്ല എന്ന് പറയുന്നതിലൂടെ തന്നെ കൂടുതൽ സീറ്റ് ഏറ്റെടുക്കാനുള്ള നീക്കത്തിലേക്ക് കോൺഗ്രസ് പോകില്ല എന്ന് വ്യക്തമാണ്. പക്ഷേ ഒറ്റക്കെട്ടായി മുന്നോട്ട് കൊണ്ടുപോകുക, ടീം UDF എന്ന് പറയുന്ന ലേബൽ അതായത് പേരിൽ തന്നെ കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ട് നിലവിൽ വി ഡി സതീശൻ നല്ല പാടുപെടുന്നുണ്ട്. ആ പാടിന്റെ അവസാന ഘട്ടമാണ് ഇന്ന് നടന്ന ചർച്ചയിൽ കണ്ടത്. ഒരു ഘട്ടത്തിൽ പോലും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറല്ല എന്ന നിലപാട് ലീഗ് തുടരുന്നുണ്ട്. ലീഗിന്റെ അന്തിമ തീരുമാനം നാളെ ഉണ്ടാകുമ്പോൾ അത് ഏതെല്ലാം സീറ്റുകളുടെ കാര്യത്തിലുണ്ടായ ധാരണയെ ബാധിക്കും, ഏതെല്ലാം സീറ്റിൽ പുതിയ തീരുമാനങ്ങൾ വരും എന്നതുകൂടി എടുത്തു കാണിക്കുന്നതായിരിക്കും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.